ഹലോ സുഹൃത്തുക്കളെ, നിസാമാണ് യാത്രാവണ്ടിയിൽ നിന്നും. കുറച്ച് ദിവസമായി പുതിയ വീഡിയോകളൊന്നും ഇല്ല. കാലിനൊരു ചെറിയ പരിക്ക് പറ്റി റെസ്റ്റിലാണ്. അപ്പോൾ പുതിയ വീഡിയോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് പഴയ വീഡിയോയിൽ വല്ലതും അപ്ലോഡ് ചെയ്യാനുണ്ടോ എന്ന് തപ്പിയൊക്കെ എടുത്ത് ഒരു വീഡിയോ ഒന്ന് തയ്യാറാക്കിയിടുകയാണ്. നമ്മൾ കൊളുക്കുമലയ്ക്ക് നേരത്തെ ഒരു യാത്ര പോയിരുന്നു. അവിടെ നിന്നും കൊളുക്കുമലയിൽ നിന്നും നമ്മൾ പിന്നെ നാട്ടിലേക്ക് തിരിച്ചെത്തിയത് ബോഡിമെട്ട്, തേനി, കമ്പം ഈ വഴിയായിരുന്നു. ബോഡിമെട്ടിൽ നിന്നും നമ്മുടെ തേനി വരെയുള്ള യാത്ര, ആ ഹൈറേഞ്ചിലൂടെ ഉള്ള യാത്ര, അതൊന്ന് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ കേരളത്തിൻ്റെ അതിർത്തിയുമായി പങ്കിടുന്ന ഒരു പ്രദേശമാണ് ഈ ബോഡിമെട്ട്. ധനുഷ്കോടിയിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകുന്ന ദേശീയപാതയാണ് ഇതുവഴി കടന്നു പോകുന്നത്. നാഷണൽ ഹൈവേ 85. ഇതിലൂടെയുള്ള യാത്ര വളരെ മനോഹരമായ ഒരു അനുഭവമാണ്. അതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ പൂപ്പാറയിൽ നിന്ന് 10 കിലോമീറ്ററാണ് ഈ ബോഡിമെട്ടിലേക്കുള്ളത്. തമിഴ്നാട്ടിൽ പ്രധാനമായി ഏലം കൃഷി ചെയ്യുന്ന പ്രദേശമാണ് ബോഡിമെട്ട്. മൂന്നാർ, മറയൂർ, തേക്കടി, കൊടൈക്കനാൽ, ആനയിറങ്കൽ അണക്കെട്ട് തുടങ്ങിയ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് സമീപമാണ് ഈ ബോഡിമെട്ട് സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഞങ്ങൾ ഈ യാത്ര പോയിരുന്നത്. അപ്പോൾ നല്ല മഴയുള്ള സമയമൊന്നുമല്ല. ഈ സമയത്ത് നിങ്ങൾ ഇതുവഴി യാത്ര ചെയ്യുകയാണെങ്കിൽ മനോഹരമായ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ട്. അതൊക്കെ കാണാം. ബോഡിമെട്ട് വാട്ടർഫാൾസ് ഉണ്ട്, അതുപോലെ പുളിയത്ത് വാട്ടർഫാൾ. ഇങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് വാട്ടർഫാളൊക്കെ കണ്ട് മനോഹരമായ ഒരു യാത്ര ആസ്വദിക്കാൻ കഴിയും ഈ മഴയുള്ള സമയത്ത് ഇതുവഴി യാത്ര ചെയ്യുകയാണെങ്കിൽ. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ മനോഹരമായ ഒരു ഹോട്ടലിൻ്റെ ഏരിയ കണ്ടു. വളരെ മനോഹരമായിരിക്കുന്നു. ചിൽബർഗ് എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. ഇതൊരു റിസോർട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് താമസിക്കാം. മനോഹരമായ ഒരു ലൊക്കേഷനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ അവിടെ ഇറങ്ങിയില്ല. പിന്നീട് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഈ റിസോർട്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടി. അതാണ് ഈ ഫോട്ടോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ കാരണം. വളരെ മനോഹരമായ ഒരു ലൊക്കേഷനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെയാണ് ആ ഫോട്ടോയിൽ കാണിച്ചത്. നമ്മൾ പോകുന്ന ഈ വഴിക്ക് ധാരാളം വ്യൂ പോയിന്റുകളുണ്ട്. നമുക്കവിടെ വണ്ടിയൊക്കെ നിർത്തി വ്യൂ പോയിൻ്റൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാം. ഞങ്ങളൊരു ഉച്ച സമയമായതുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിയ കാഴ്ചകളൊന്നും കാണാൻ നിന്നില്ല. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗത്തുകൂടി തന്നെയാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചി, മധുര, ധനുഷ്കോടി ദേശീയപാതയിലൂടെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. അങ്ങ് ദൂരെയായി നമ്മൾ പോകേണ്ട വഴികളൊക്കെ ആ മലയുടെ സൈഡിലായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ആ ഭാഗത്തുകൂടി വേണം നമുക്ക് ഇറങ്ങി നമ്മുടെ തമിഴ്നാടിൻ്റെ ആ സമതലങ്ങളിലേക്ക് എത്തുവാൻ. ചെറിയ ഹെയർപിൻ ബെൻഡുകളുമൊക്കെ ആയിട്ട് മനോഹരമായ ഒരു പ്രദേശം തന്നെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. കണ്ടില്ലേ, വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രദേശം തന്നെയല്ലേ ഇത്. നമ്മുടെ തമിഴ്നാടിൻ്റെ ഒരു ബസ് ഈ വഴിക്ക് കടന്നു വരുന്നുണ്ട്. അങ്ങനെ പശ്ചിമഘട്ട മലനിരകളുടെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ തേനിയിലേക്ക് ഇങ്ങനെ യാത്ര തുടരുകയാണ്. ഈ ഭാഗത്തെല്ലാം നല്ല പച്ചപ്പാണുള്ളത്. ധാരാളം മരങ്ങളും ഒക്കെ ഉള്ളൊരു പ്രദേശമാണ് ഇവിടെ എല്ലാം. മനോഹരമായിട്ടുണ്ട്. നമ്മൾ നേരെ ആ സൈഡിലേക്ക് നോക്കുമ്പോൾ മലകളുടെ മനോഹരമായ കാഴ്ചയൊക്കെ കാണാം. ഈ ഭാഗത്ത് മലയൊക്കെ ഇങ്ങനെ പാറകളൊക്കെ വെട്ടി അരിഞ്ഞാണ് ഈ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇടയ്ക്ക് വാഹനങ്ങൾ നിർത്തുവാനുള്ള ആ ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നിർത്തി നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ നമ്മുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് തുടരുകയാണ്.
യാത്ര എന്ന് പറയുന്നത് ഒരു ഹരമാണ്. നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞാൽ ഏത് സമയവും നമുക്കിങ്ങനെ യാത്ര ചെയ്യണമെന്ന് തോന്നിക്കൊണ്ടേയിരിക്കും. നിരവധി യാത്രകൾ നമ്മുടെ മനസ്സിൽ ഉണ്ട്. ആ വീഡിയോകളൊക്കെ ചെയ്ത് നിങ്ങളെ എത്രയും വേഗം എത്തിക്കണമെന്നാണ് ആഗ്രഹം. മനോഹരമായ നിരവധി സ്ഥലങ്ങൾ നമുക്ക് സന്ദർശിക്കുവാനുണ്ട്. ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ മനോഹരമായ ഒരു പാറയുടെ ദൃശ്യമാണ് ഈ കാണുന്നത്. ഒരു പ്രത്യേക ഷേപ്പിലുള്ള ഒരു പാറ റോഡിൻ്റെ സൈഡിലായി ഇങ്ങനെ നിൽക്കുന്നു. മനോഹരമായിട്ടില്ലേ? അങ്ങനെ നമ്മൾ തമിഴ്നാടിൻ്റെ തേനിയുടെ ആ സമതലങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. മനോഹരമായ വീഡിയോകളുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഇതൊന്നും മറക്കണ്ട. നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. പുതിയ വീഡിയോകൾ ഉടനെ എത്തിക്കൊണ്ടേയിരിക്കും. അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. അതിമനോഹരമായി ഈ കാഴ്ചകൾ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ വീട്ടിലിരിക്കാൻ തോന്നുന്നു സുഹൃത്തുക്കളെ? നിങ്ങൾ ആധാരം പണയം വെച്ചിറങ്ങൂ, അല്ല കൂട്ടുകാരുടെ ബൈക്ക് അടിച്ചു മാറ്റി ഇറങ്ങൂ. നിങ്ങൾ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവുള്ളൂ. നിങ്ങൾ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലെ അറിവുകൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കയ്യിലുള്ള പൈസ കൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യണം. ഒരു പൈസ പോലും ഇല്ലാത്തൊന്നും യാത്ര ചെയ്യാം, കൈ കാശുള്ളതും യാത്ര ചെയ്യാം, നമുക്ക് ലിഫ്റ്റ് അടിച്ച് യാത്ര ചെയ്യാം, പല രീതിയിൽ യാത്ര ചെയ്യാം.